അന്നത്തെ മദിരാശിയിൽ എത്തിപ്പെടുന്നതും പിന്നീട് പടിപടിയായുള്ള ശ്രീനിവാസൻ്റെ കടന്നുവരവും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഏറ്റവും അനുസ്മരിക്കാനുണ്ടാവുക ഒരുപക്ഷെ സത്യൻ അന്തിക്കാടിനാണ്. കാരണം അവരുടെ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ സൃഷ്ടിച്ച അത്ഭുതങ്ങൾ എത്ര വലുതാണ് എന്നത് തലമുറകൾക്കപ്പുറവും വിലയിരുത്തപ്പെടുകയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ദിനം എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതാണ് ശ്രീനിവാസൻ്റെ സാമൂഹ്യ ഇടപെടലുകൾ. നമുക്കറിയാം സിനിമാ മേഖലയിൽ നിന്ന് മാറി നിന്ന ശേഷവും ശ്രീനിവാസന് മറ്റൊരു മുഖമുണ്ട്. അദ്ദേഹം നടത്തിയ ചില ജനകീയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രീനിവാസൻ നടത്തിയ ഇടപെടലുകൾ സിനിമയ്ക്കപ്പുറം നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ്, ഒരു മനുഷ്യനാണ്, ഒരു സാമൂഹ്യ ജീവിയായിരുന്നു ശ്രീനിവാസൻ എന്നതാണ് പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലെ പ്രത്യേകതകളും ഇടപെടലുകളും പരിശോധിക്കുമ്പോൾ ശ്രീനിവാസൻ്റെ ഒരു കഥയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു വലിയ സംവിധായകരുടെ നിരയുണ്ട്, സിനിമാ പ്രവർത്തകരുടെ നിരയുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ച ഓരോന്നും അത്ര അധികം വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അംഗീകാരവും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പോക്കും. ഒരുപക്ഷെ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളൊന്നുമല്ല ശ്രീനിവാസനെ വിലയിരുത്താൻ നമുക്ക് കണക്കുകൂട്ടേണ്ടത്. കാരണം ശ്രീനിവാസൻ സിനിമയിൽ ബാക്കി വെച്ചു പോയ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നീക്കങ്ങളുമാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള മുതൽ വടക്കു നോക്കി യന്ത്രം, സന്ദേശം, നാടോടിക്കാറ്റ്, ഗോഡ് ഫാദർ, പടയോട്ടം, ഇങ്ങനെ നീളുന്ന ഓരോന്ന് എണ്ണിപ്പറയാൻ കഴിയുന്ന എത്ര വലിയ ഇടപെടലുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു പോയതാണ്. ഒരുപക്ഷെ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റേത് ഒരു നടനെന്ന അഭിനേതാവ് എന്ന രീതിയിലുള്ള ഇടപെടലാവാം, മറ്റൊന്നിൽ അതിൻ്റെ പൂർണ്ണമായ സൃഷ്ടി പൂർണ്ണമായും പൂർത്തിയാക്കുന്ന വ്യക്തി എന്ന രീതിയിലാവാം. നാടോടിക്കാറ്റാവട്ടെ, ഒപ്പം മറ്റ് സിനിമകളാവട്ടെ, ഈ തരത്തിൽ ശ്രീനിവാസൻ മലയാള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഏത് രീതിയിൽ വിലയിരുത്തണമെന്നതിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകും. കാരണം അത്ര വലിയ ഇടപെടൽ നടത്തിയ ഒരു സാമൂഹ്യ ജീവിയായിരുന്നു ശ്രീനിവാസൻ എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഒരുപിടി ശ്രീനിവാസൻ സിനിമകൾ എന്നുള്ളത് മലയാള സിനിമാ രംഗത്തിൻ്റെ ടാഗ് തന്നെയായിരുന്നു. കാരണം ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതായി കാത്തിരിക്കുന്ന മലയാളികളുടെ ഒരു സിനിമ ആരാധകരുടെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ വലിയ ഒരു കൂട്ടമുണ്ടായിരുന്നു. ശ്രീനിവാസൻ്റെ തിരക്കഥകൾ പലതും പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമാ വിദ്യാർത്ഥികൾക്ക് വലിയ പഠന മെറ്റീരിയലുകളായി മാറിയൊക്കെ നമ്മൾ കണ്ടതാണ്. തിരക്കഥകളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഓരോ ഡയലോഗിലും ഓരോ സീനിലും വളരെ വ്യക്തമായി തന്നെ ജീവിതം വരച്ചു കാട്ടിത്തന്ന, മനുഷ്യനെ വല്ലാത്ത രീതിയിൽ ചിന്തിപ്പിച്ച, സാമൂഹ്യ പ്രസക്തമായ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത, അങ്ങനെ ഓരോ തലത്തിലും ഓരോ രീതിയിലും ശ്രീനിവാസൻ എന്ന ബഹുമുഖ പ്രതിഭ എന്നും ഓർത്തെടുക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ നിരവധി ആളുകൾ, ബാലേന്ദ്രമേനോനെ പോലെയുള്ള ആളുകളൊക്കെ സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ച ആളുകൾ ആണ് എന്ന് പറയാം. അത്തരത്തിൽ ശ്രീനിവാസൻ സിനിമകളുടെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത് ഏറെ പ്രത്യേകതകളായിരുന്നു. മറ്റൊന്ന്, സൈത്ത് നിർഭയനായ ഒരു സിനിമാ പ്രവർത്തകൻ. അതിപ്പോൾ ഈ താരങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അവരുമായുള്ള അടുപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം, ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തിന് തിരക്കഥകൾ എഴുതാൻ സാധിക്കും. അതിപ്പോൾ ഏതെങ്കിലും സൂപ്പർ താരത്തെ കളിയാക്കുക, അല്ലെങ്കിൽ സൂപ്പർ താരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് മറ്റ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് പോവുക, അങ്ങനെ നിരവധി സിനിമകളിലൂടെ ശ്രീനിവാസൻ മലയാളിയെ ഈ സിനിമയ്ക്കുള്ളിലെ അത്തരം ആസ്പെക്റ്റുകൾ കൂടി വരച്ചു കാട്ടിയ ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ നിർഭയനായ ഒരു കലാകാരൻ, എന്തും ഏത് നിമിഷവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കലാകാരൻ, അക്ഷരാർത്ഥത്തിൽ ഒരു സാമൂഹ്യ ജീവി, അതായത് ഒരു പൊതുപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അത്തരം വിഷയങ്ങൾ ഇടപെട്ടിരുന്ന ഒരാളെന്ന് കൂടി ശ്രീനിവാസനെ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും രഞ്ജിത്ത് അങ്ങനെ തന്നെയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ശ്രീനിവാസൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, താൻ പ്രവർത്തിക്കുന്ന തൻ്റെ മേഖലയായ സിനിമയ്ക്കകത്തെ പൊളിച്ചെഴുത്തലുകൾ നടത്താനും ഒരു മടിയും കാട്ടാത്ത കൂടിയാണ് ശ്രീനിവാസൻ. അവിടുത്തെ സിനിമാ മേഖലയിലെ കള്ളത്തരങ്ങൾ, അവിടുത്തെ പൊങ്ങച്ചം പറച്ചിലുകൾ, ഇതൊക്കെ സിനിമയിലെ പ്രമേയങ്ങളായി തന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രീനിവാസൻ കാട്ടിയ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ചില സിനിമകൾ പേര് പരാമർശിച്ച് തന്നെ നമുക്ക് കൃത്യമായി വിലയിരുത്താം. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് രഞ്ജിത്ത്, ശ്രീനിവാസൻ നമുക്കറിയാം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചതാവാം. അതെന്താണ് സംഭവിച്ചതെന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്ക് അല്പനിമിഷത്തിനുള്ളിൽ അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആവും. എന്തായാലും ശ്രീനിവാസൻ്റെ ഒരു പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 1956 ഏപ്രിൽ 6 ശ്രീനിവാസൻ്റെ ജനനം. അദ്ദേഹം അതിലൂടെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം, ഇന്നത്തെ ഇന്ത്യൻ സിനിമയിലെ തിളങ്ങി നിൽക്കുന്ന പല താരങ്ങളും സിനിമാ പ്രവർത്തകരും ഒക്കെ അന്ന് ശ്രീനിവാസൻ്റെ സഹപാഠികളായിരുന്നു. അതിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം മദിരാശി എന്ന അന്നത്തെ സിനിമയുടെ സ്വപ്നങ്ങൾ പകിറ്റെഴുന്ന ആ മദിരാശിയുടെ ഭാഗമാവുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അങ്ങനെ പിന്നീട്
പിന്നീട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ നിരവധിയുണ്ട്. ആ അവാർഡുകൾ കണക്കെടുത്തുകൊണ്ടല്ല ശ്രീനിവാസനെ വിലയിരുത്തുന്നത്. അതിനുമപ്പുറമുള്ള ശ്രീനിവാസൻ്റെ സാമൂഹിക ഇടപെടലുകൾ, സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾ, കുറുക്കിക്കൊള്ളുന്ന ഹാസ്യം, ഇങ്ങനെ ഏറ്റവും മലയാള സിനിമയിലെ യാഥാർത്ഥ്യബോധമുള്ള കൃത്യമായൊരു മുഖമാണ് ശ്രീനിവാസൻ. അങ്ങനെ കൂടി നമുക്ക് വിലയിരുത്താം. കാരണം ശ്രീനിവാസൻ്റെ ഇടപെടലുകളുടെ ഒരു പ്രത്യേകതയും അതുതന്നെയായിരുന്നു. അദ്ദേഹം കാലാകാലങ്ങളിൽ സിനിമയുടെ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കുകയും സിനിമയിൽ പുതിയ പുതിയ പ്രമേയങ്ങൾ കൊണ്ടുവരാനും അതിൽ രാഷ്ട്രീയമുണ്ട്, ആക്ഷേപഹാസ്യമുണ്ട്, പുതിയ കുടുംബ പശ്ചാത്തലങ്ങൾ കടന്നു വരുന്നുണ്ട്. വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള സിനിമകൾ പറഞ്ഞു വെച്ച, തലയണമന്ത്രം പോലെയുള്ള സിനിമകൾ പങ്കുവഹിക്കുന്ന കുടുംബങ്ങളിലുള്ള ആന്തരിക സംഘർഷങ്ങളൊക്കെ എത്ര മനോഹരമായി സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിച്ചു എന്നതാണ്. നമുക്കറിയാം, സിനിമയിൽ പലപ്പോഴും അംഗീകരിക്കപ്പെടുകയും വലിയ മുഖങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നതും നമ്മൾ അവാർഡ് സിനിമകൾ നോക്കുന്നത് വിളിക്കുന്ന വലിയ ഗൗരവമുള്ള പ്രമേയം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലേക്കാണ് വരുന്നത്. പക്ഷേ ശ്രീനിവാസൻ സിനിമകളുടെ പ്രത്യേകത നോക്കൂ. സമൂഹത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്, കുടുംബങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ അത് എത്ര ലളിതമായ ഭാഷയിൽ, എത്ര മനോഹരമായി, ഏത് ആളുകൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഹാസ്യത്തിൻ്റെ മേമ്പോട് ചേർത്തുകൊണ്ടുള്ള മികച്ച അവതരണം. അതാണ് ശ്രീനിവാസൻ സിനിമകളുടെ പ്രത്യേകത. പല ഘട്ടങ്ങളിലായി ഇത് അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ എത്രയോ വട്ടങ്ങളായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും ചേർന്നുള്ള കൂട്ടുകെട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ചത് എന്തൊരു വലിയ അനുഭവങ്ങളാണ്. അതൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു വലിയ മായിക ലോകം അത് ബാക്കിയാക്കിയാണ് ഇപ്പോൾ ശ്രീനിവാസൻ മടങ്ങിപ്പോകുന്നത്. സത്യൻ അന്തിക്കാടുമായി തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ ഏറ്റവും അവസാനത്തെ തിരക്കഥയും. 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന സിനിമ, അത് പുതിയ തലമുറയിലെ ഫഹദ് ഫാസിലുമായി ചേർന്ന് ശ്രീനിവാസൻ രചിച്ച ആ തിരക്കഥയും മലയാളി സർവാത്മന സ്വീകരിക്കുകയും ഹാസ്യത്തിൻ്റെ ചില തലങ്ങൾ, ഫഹദ് ഫാസിലിനെ കൊണ്ടൊക്കെ ഹാസ്യത്തിൻ്റെ ചില തലങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ ഈ കാലം കഴിയുമ്പോഴും ശ്രീനിവാസൻ്റെ തൂലികയ്ക്ക് ഒട്ടും ചാരുത കുറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് ഒട്ടും ശക്തി കുറഞ്ഞിട്ടില്ല. ഓരോ സമയവും ഞാൻ അവസാനം അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ എത്തിയ ഒരു സിനിമ, അത് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ സംവിധാനം ചെയ്ത ഏറെ കാലിക പ്രസക്തമായ സിനിമ അടക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമ്മൾ ഓർക്കുന്നുണ്ട്. അതൊക്കെ മലയാളിയെ വല്ലാതെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, അതായത് തിരക്കഥയുടെ പുതിയ പുതിയ വേർഷൻസ് അത് മലയാളിക്ക് സമ്മാനിച്ച സിനിമകളായി മാറുന്ന വലിയ പശ്ചാത്തലങ്ങളുണ്ടായി. പാവം പാവം രാജകുമാരിലെ പാരൽ കോളേജ് അധ്യാപകനെ മലയാളി പ്രേക്ഷകർ എന്നും ഓർക്കുന്നുണ്ടാകും. വടക്ക് നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ മലയാളിയുടെ മനസ്സിൽ എന്നും ചിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രമാണ്. തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്യൻ മലയാളിയുടെ ഒരു നടൻ തൻ്റെ നെഗറ്റീവ് റോള് എങ്ങനെ ഭംഗിയാക്കാമെന്നത് വളരെ വ്യത്യസ്തമായി ശ്രീനിവാസൻ മുന്നോട്ട് കൊണ്ടുപോയതാണ്. നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ എന്ന കഥാപാത്രം മലയാളിയെ കുടുകുട ചിന്തിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ചിത്രത്തിലെ എം.എ. ധവാൻ എത്രത്തോളം നമ്മളിപ്പോഴും റിപ്പീറ്റഡ് ഓഡിയൻസ് ഉള്ള ഒരു സീനാണ് എന്ന് ഓർത്തെടുക്കണം. ചിദംബരത്തിലെ മുനിയാണ്ടി എന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ശ്രീനിവാസനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ്. ഒപ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട സീനുകൾ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രം എഴുതി ചേർക്കാവുന്ന, ആവിഷ്കരിക്കാവുന്ന സീനുകളാണ്. ഒപ്പം മഴയത്തു മുമ്പേ, സന്ദേശം എന്നീ സിനിമകൾ